അവിടെ നിന്നും ഹാജാത്തങ്ങളും മൗലാനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് നമ്മുടെ ജീവിതം, ആ വാക്കിലൂടെയാണ് നമ്മുടെ ജീവിതം. അവിടെ നിന്നും എന്താ പറഞ്ഞത്? ആരെങ്കിലും നിങ്ങളുടെ മുഖം കണ്ടാൽ അവൻ സ്വർഗത്തിലാണ്. من رأى وجهك يا سر يا كريم الوالدين حوضك صافي المبارك بردنا يوم النسور. അതല്ലേ നമ്മുടെ ലക്ഷ്യം, അതല്ലാതെ മറ്റെന്ത് നേടാനാ? ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മളെല്ലാം കണ്ടില്ലേ, 10,000-കണക്കിന് ആൾക്കാർ, അറിയുന്നതും അറിയാത്തതുമായ ആൾക്കാർ ഈ മഹാസവിധത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടതാ. എന്തിനാ കടന്നു വരുന്നതെന്നറിയോ? അത് മൗലാന്റെ അമാനത്തിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ മശായിഖന്മാര് നൽകുന്നതാണ് അമാനത്ത് എന്നുള്ളത്. മഹാനാകുന്ന ഗൗസുൽ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞതറിയില്ലേ, നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും പറഞ്ഞോവാർ. അവിടെ നിന്നും മഹാനവരങ്ങൾ അവിടുത്തെ മുരീദന്മാർക്ക് കൊടുത്ത അമാനത്താണ്. നിന്റെ മുരീദുകളാരും നരകത്തിലില്ല. അതല്ലാഹുവിന്റെ മശായിഖന്മാരുടെ മാതൃകയാണ്. അല്ലാഹുവിന്റെ മുറബ്ബിയാക്കളായ മശായിഖന്മാര് അവരെ നമ്മൾ പിന്തുടർന്നാൽ, അവരുടെ വഴിയിൽ നാം നീങ്ങിയാൽ, അവര് പറയുന്നത് പോലെ നമ്മൾ കേട്ടാൽ, അവരുടെ രീതി നമുക്കറിയാമല്ലോ. ബലത്തെ ശരീഅത്ത് നുംകാടാറുള്ളവർ, ഇടത്തെ ഹഖീഖത്ത് നുംകാടാറുള്ളവർ. ഈ മഹത്തായ സ്ഥാപനം പോലെ, ഈ മഹത്തായ ഹദറത്ത് പോലെ ശരീഅത്ത് സൂക്ഷിക്കുന്ന ഒരിടം നമുക്ക് കാണില്ല. നിസ്കരിക്കാത്തവരിവിടെ വരണ്ട. ഇതാണ് മഹാനാകുന്ന തങ്ങളെ കുറിച്ച് പറഞ്ഞത്. വലത്ത് ശരീഅത്തിന്റെ കടലാണ്. നമ്മുടെ മൗലാനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത് ശരീഅത്തിന്റെ കടലാണ്, ത്വരീഖത്തിന്റെ കടലാണ്, ഹഖീഖത്തിന്റെ കടലാണ്, മഅരിഫത്തിന്റെ കടലാണ്. ആ ബഹറിലാണ് നമ്മൾ മുങ്ങേണ്ടത്, ആ ബഹറിലാണ് നമ്മൾ മുങ്ങേണ്ടത്. അവിടുത്തെ മഹബ്ബത്താണ് നമുക്ക് വേണ്ടത്. മഹബ്ബത്ത് നമ്മൾ പഠിക്കണം പ്രിയമുള്ളവരെ. എന്താണ് മഹബ്ബത്ത് എന്ന് നാം പഠിക്കണം. അല്ലാഹ് കാക്കണേ അല്ലാഹ്. നമ്മളെല്ലാം ഒരുപാട് മഹബ്ബത്തുണ്ടെന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥ സ്നേഹം നമ്മളിലുണ്ടോ? നമ്മൾ ഈ നിലകൊള്ളുന്നതായ പരിശുദ്ധമായ ഈ ജ്ഞാനസൗധമുണ്ടല്ലോ, മൗലാ സൗധമുണ്ടല്ലോ, ഈ സൗധമെന്നുള്ളത് കേവലം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തതല്ല. ഇതൊരു മഹബ്ബത്താണ്. ഈ കാണുന്ന എല്ലാം ഒരു മഹബ്ബത്താണ്. ഈ കൂടുന്നതെല്ലാം ഒരു മഹബ്ബത്താണ്. ഇവിടെ നിർമ്മിക്കപ്പെട്ടതെല്ലാം ഒരു മഹബ്ബത്താണ്. ഈ ബിൽഡിങ്ങിലുള്ളതായ ഓരോ അണുക്കളും അതിലെല്ലാം മഹബ്ബത്തിന്റെ തരികളാണ്.
മഹാനാകുന്ന ശൈഖുൽ മശായിഖ് അശൈഖ് സുൽത്താൻ അബ്ദുല്ലാഹിൽ മൗലാ റളിയല്ലാഹു അൻഹുവിന്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട എംപി ഉസ്താദ് പറഞ്ഞു നമ്മൾ കേട്ടില്ലേ, മൗലാക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു സ്മാരകം ആരും പണിതിട്ടില്ല. നമ്മുടെ മൗലാ തങ്ങളുടെ ഒരുപാട് നാടുകളിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? എല്ലാം ആരുടെ പേരിലാണെന്നറിയോ? അവിടുത്തെ ശൈഖിന്റെ പേരിലാണ്. അതാണ് പ്രിയമുള്ളവരെ മഹബത്ത് എന്നുള്ളത്. ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ആ ശൈഖിന്റെ ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. മസാലാബിദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദമ്മൽ അർജുലാ وسمع منه ثم عينا باصرا أي مثل ذلك في المطالب كربلاء. ഏത് സമയം നോക്കിയാലും അല്ലാഹുവിലാണ്, അവിടുത്തെ ശൈഖിലാണ്, അവിടുത്തെ ശൈഖിന്റെ ചിന്തയിലാണ്. ഇതാണല്ലോ ഒരു മുരീദിന് വേണ്ടത്. ദുനിയാവിന്റെ യാതൊരു ചിന്തയുമില്ലാതെ നമ്മുടെ ഇന്നത്തെ കാലം നമുക്കറിയാമല്ലോ, ദുനിയാവിന്റെ അത്യാഡംബരങ്ങളുടെ കാലമാണ്.